പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം എന്ന കൃതിയിലെ 7ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാരായണം ദാനവകാനനാനലം നദപ്രിയം നാമവിഹീനമവ്യയം ഹർത്തും ഭുവോ ഭാരമനന്തവിഗ്രഹം സ്വസ്വീകൃതശ്മാവരമീഡിതോസ്മി. നാരായണം ദാനവകാനനാനലം നദപ്രിയം നാമവിഹീനമവ്യയം ഹർത്തും ഭുവോ ഭാരമനന്തവിഗ്രഹം സ്വസ്വീകൃതശ്മാവരമീഡിതോസ്മി. ദാനവകാനനാനലം, ദാനവന്മാരാകുന്ന കാനനത്തിന് അഗ്നിയായിട്ടുള്ളവൻ. നദപ്രിയം, വണങ്ങി സ്തുതിക്കുന്നവരിൽ പ്രിയമുള്ളവൻ. നാമവിഹീനം, നാമരഹിതൻ. അവ്യയം, നാശരഹിതൻ. ഭുവഭാരം ഹർത്തും, ഭൂമിയുടെ ഭാരം ശമിപ്പിക്കാനായി. അനന്തവിഗ്രഹം, എണ്ണമറ്റ രൂപങ്ങൾ. സ്വസ്വീകൃത, സ്വയം സ്വീകരിച്ച. ശ്മാവരം, ഭൂമിപതിയായ നാരായണം, നാരായണനെ. ഈഡിത അസ്മി, സ്തുതിക്കുന്നവനാകുന്നു ഞാൻ, അതെ ഞാൻ സ്തുതിക്കുന്നു. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ദാനവന്മാരാകുന്ന കാനനത്തിന് അഗ്നിയായിട്ടുള്ളവനും വണങ്ങി സ്തുതിക്കുന്ന ഭക്തന്മാർക്ക് പ്രിയം ചെയ്യുന്നവനും നാമരൂപാദികൾ ഇല്ലാത്തവനും നാശരഹിതനും ഭുവനഭാരം അഥവാ സംസാരദുഃഖം നശിപ്പിക്കാനായി എണ്ണമറ്റ ഭാവരൂപങ്ങൾ സ്വീകരിച്ച് അവതാരങ്ങൾ നടത്തിയിട്ടുള്ളവനും സ്വയം ഭൂമിപതിയായി വിരാജിക്കുന്നവനുമായ നാരായണനെ സ്തുതിക്കുന്നവനാകുന്നു ഞാൻ, അഥവാ ഞാൻ നാരായണനെ സ്തുതിക്കുന്നു. നാരായണം ദാനവകാനനാനലം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ദാനവകാനനത്തിന് കാട്ടുതീയായി വിരാജിക്കുന്ന നാരായണനായി വിഷ്ണുവിനെ ഗുരു ഭാവന ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. ദാനവന്മാർ അജ്ഞാനഭരിതരായ അസുരന്മാരാണ്. അജ്ഞാനികളാലും ക്രൂരന്മാരാലും നിറഞ്ഞ ലോകത്തെയാണ് ദാനവ കാനനമായി ഭാവന ചെയ്തിരിക്കുന്നത്. നാരത്തിൽ, അതായത് ജലത്തിൽ അയനം ചെയ്യുന്നവനാണ് നാരായണൻ. ഇവിടെ ജലയാത്രയ്ക്ക് പ്രതീകമായ അർത്ഥമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വെള്ളത്തിൽ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനെന്ന അർത്ഥമല്ല. ജലവും അഗ്നിയും വായുവുമാണ് സർവപ്രധാനങ്ങളായ ജീവാധാരമൂലകങ്ങൾ. ഇവയിൽ ഏതാണ് പ്രഥമസ്ഥാനം വഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായി ഉത്തരം പറയാൻ സാധ്യമല്ല. സൂക്ഷ്മപരിശോധന നടത്തി നോക്കിയാൽ ജലത്തിൻ്റെയും അഗ്നിയുടെയും വായുവിൻ്റെയും ഘടകവസ്തുക്കളിൽ സമാനത ദർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും സാന്നിധ്യം മൂന്നിലുമുണ്ട്. അതായത് അഗ്നിയിലുമുണ്ട്, ജലത്തിലുമുണ്ട്, വായുവിലുമുണ്ട്. മൂലക ഘടനയിൽ പോലും
ജീവനിൽ തൃത്വത്തിലെ ഏകാത്മകത ദർശിക്കാനാവും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. ത്രിമൂർത്തി സങ്കല്പത്തിലെ ഏകാത്മക ഭാവം വിഷ്ണുവിൽ ആരോപിക്കുമ്പോൾ വിഷ്ണു നാരായണനായി ഭവിക്കുന്നു. ജീവാത്മാവ് കുടികൊള്ളുന്ന ശരീരം പരിശോധിച്ചാൽ അതിൻ്റെ ഘടകമൂലകങ്ങളിൽ സിംഹഭാവവും ജലമാണെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. രക്തം, മൂത്രം, കഫം, രേതസ് തുടങ്ങിയ രൂപങ്ങളിലാണ് ശരീരത്തിൽ ജലം വർത്തിക്കുന്നത്. ജൈവശാസ്ത്രപരമായ ഈ രഹസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാവ്യബിംബമാണ് നാരായണനായ വിഷ്ണു. ഗുരു തന്നെ രചിച്ചിട്ടുള്ള ശിവസ്തോത്രങ്ങളിലൊക്കെ അഗ്നിഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ സംഹാരാത്മക ഭാവത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ടുള്ള ഒരു രചനാശൈലിയാണ്. ജീവാധാര മൂലകങ്ങളിൽ സർവപ്രധാനമായ സ്ഥാനം അഗ്നിക്കാണ് അവിടെ നൽകിയിരിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലെ അഗ്നി സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ നിന്നറിയാം. പക്ഷേ അഗ്നി സാന്നിധ്യം മാത്രം പോരാ, ജലസാന്നിധ്യമില്ല എങ്കിൽ അവിടെയും പ്രാണനാശം സംഭവിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ വിവിധ രൂപഭാവങ്ങളിലുള്ള അഗ്നി, അത് ജഠരാഗ്നിയായും പ്രാണാഗ്നിയായും അതുപോലെ മറ്റ് പല ഭാവരൂപങ്ങളിലാണ് അഗ്നി വർത്തിക്കുന്നത് എന്ന് നമ്മൾ ശിവസ്തോത്രങ്ങളുടെ പഠനത്തിലും അതുപോലെ തന്നെ ദേവീ സ്തോത്രങ്ങളുടെ പഠനത്തിലും സുബ്രഹ്മണ്യ സ്തോത്രങ്ങളുടെ പഠനത്തിലൊക്കെ വിശദീകരിച്ച് പഠിച്ചതാണ്. അതുപോലെയാണ് വായു ഏത് സമയം ഇല്ലാതെയാകുന്നു, അല്ലെ വായു മലിനപ്പെടുന്നത് എപ്പോഴാണോ അപ്പോൾ പ്രാണനാശം സംഭവിക്കും. അപ്പോൾ ഇത് മൂന്നും ഒരുപോലെ പ്രധാനങ്ങളാണ്. ഓരോ സാന്ദർഭികമായ ചിന്തയുടെ തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഓരോന്നും സർവ്വപ്രധാനമാണ്. എല്ലാത്തിനും ഉത്കൃഷ്ടം ഒരു വശത്തു നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ വായുവിനാണെന്ന് തോന്നും, മറ്റൊരു ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അഗ്നിക്കാണെന്ന് തോന്നും, വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ജലത്തിലാണെന്ന് തോന്നും. ഇവിടെ സ്ഥൈതിക ശക്തി സർവമായിട്ടാണ് വിഷ്ണുവിനെ ഭാവന ചെയ്ത് നമ്മൾ വിചാരം ചെയ്യുന്നത്. സ്ഥൈതികതയിൽ ഏറ്റവും അത്യാവശ്യം ജലമാണ്. കാരണം ജലം ഇല്ലാതെ വന്നാൽ അവിടെ അഗ്നി സാന്നിധ്യം കൂടുകയും അതിൻ്റെ ഫലമായി അവിടെ പ്രാണനാശം സംഭവിക്കുകയും ചെയ്യും. വായുവിൻ്റെ കാര്യം പറഞ്ഞാലും അത് തന്നെയാണ്. വായുവിലെ ഘടകങ്ങൾ തന്നെയാണ് ജലമായി രൂപാന്തരപ്പെടുന്നത്. അവിടെ ആ ജലത്തിൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ വായു മാത്രമേ ഉള്ളെങ്കിൽ അതും വായുവും അഗ്നിയും കൂടെ ചേരുമ്പോൾ അത്യുഷ്ണം വരും. ആ അത്യുഷ്ണവും ജീവനാശത്തിന് കാരണമായി ഭവിക്കും. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങളും ജീവൻ്റെ ആധാരമൂലകങ്ങളായി വർത്തിക്കുമ്പോൾ തന്നെ അതിൽ ജലത്തിൻ്റെ ആ പ്രാധാന്യം ഏറി നിൽക്കുന്നു എന്ന തലത്തിലേക്ക് ചിന്ത വഴിമാറിപ്പോകുന്നുണ്ട്. അല്ലെങ്കിൽ വഴിമാറിപ്പോകാമെന്നല്ല, അതൊരു തരത്തിലേക്ക് ചിന്തയെ നമ്മൾ കേന്ദ്രീകരിച്ച് വിചാരം ചെയ്യേണ്ടി വരുന്നു. ശരീരത്തിലെ തന്നെ ഏതാണ്ട് 90% ജലാംശമാണ്. ജലാംശം വലിഞ്ഞു പോയാൽ നിർജ്ജലീകരണം സംഭവിക്കും. നിർജ്ജലീകരണം സംഭവിച്ചാൽ മരണം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ജൈവികമായ തുടർച്ചയുടെ ആവശ്യകത ജലത്തിൻ്റെ സാന്നിധ്യമാണ് വിളിച്ചോതുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ജലത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നാരായണഭാവം, അതായത് ജലത്തിൽ അയനം ചെയ്യുന്ന ഭാവസ്വരൂപം വിഷ്ണുവിന് കൽപ്പിച്ചു നൽകി വിചാരം ചെയ്യുന്നത്. നതപ്രിയം നാമവിഹീനമവ്യയം, ഇതാണ് രണ്ടാമത് വരിയിൽ പറഞ്ഞിരിക്കുന്നത്. താണു വണങ്ങുന്നവരിൽ പ്രിയമുള്ളവനാണ് നതപ്രിയൻ. താഴ്മ അറിവിൻ്റെ നിറവിനെ പ്രതീകവൽക്കരിക്കുന്ന ഗുണവിശേഷമാണ്. അറിവിൻ്റെ നിറവ് ഏറുംതോറും ജ്ഞാനികൾ അഹംഭാവരഹിതരായി വിനയപൂർവ്വം പെരുമാറാൻ ശീലിക്കുന്നു. അങ്ങനെയുള്ളവരുടെ വളർച്ചയും ഉയർച്ചയും ഉറപ്പുവരുത്തുന്ന ജ്ഞാനസ്വരൂപനാകുന്നു വിഷ്ണു എന്നാണിവിടെ സമർത്ഥിച്ചിരിക്കുന്നത്. നാമരഹിതവും
നാശരഹിതവുമായ ഒരു സംജ്ഞാവിശേഷം ആണ് വിഷ്ണു എന്ന പദത്തിലൂടെ നമ്മൾ വിവക്ഷിക്കുന്നത്. ഇതാണ് നാമവിഹീനം അവ്യയം എന്ന സമസ്ത പദത്തിൻ്റെ വാച്യാർത്ഥം. എന്നുവെച്ചാൽ നാമം കൊണ്ടോ അല്ലെങ്കിൽ രൂപം കൊണ്ടോ ഒന്നും ഈ വിഷ്ണു പ്രഭാവത്തെ ശരിക്കും അളന്നു തൂക്കി കുറിച്ച് നിർവചിക്കുവാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. അറിവിൻ്റെ പൂർണ്ണതയെ സർവവ്യാപകതയുടെ ജ്ഞാനസ്വരൂപമെന്നല്ലാതെ മറ്റൊരു പേരിട്ടും വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. വ്യക്തിനാമകരണം നൽകി വ്യക്തികളെ തിരിച്ചറിയുന്ന ലാഘവത്തോടുകൂടി വിഷ്ണുവിനെ വ്യതിരേകം ചെയ്തറിയാൻ സാധ്യമല്ല എന്നും നിത്യനും നിരാമയമൂർത്തിയുമായി ഭാവന ചെയ്യുവാനേ സാധിക്കുകയുള്ളൂ എന്നുമാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിൻ്റെ ത്രിഗുണാത്മക ഭാവസ്വരൂപങ്ങളെയാണ് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരായി ഭാവന ചെയ്തു പോരുന്നത്. പഠന സൗകര്യാർത്ഥമുള്ള കൽപ്പിത വിഭജനം മാത്രമാണിത്. ഹർത്തും ഭുവോഭാരം അനന്ത വിഗ്രഹം എന്നാണ് മൂന്നാമത് വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഭുവോഭാരം എന്ന പദത്തിനിവിടെ ഭവസാഗര സംതരണ ദുഃഖം എന്ന അർത്ഥമാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഉണ്ടായി വന്ന് നിലകൊണ്ടതിനു ശേഷം ഇല്ലാതായി തീരുന്ന സർവ്വതും ഭുവ എന്ന പദത്തിൻ്റെ അർത്ഥപരിധിക്കുള്ളിൽ വരും. വൈഷ്ണവ സിദ്ധാന്തമനുസരിച്ച് സ്വയംഭൂവായി ആവിർഭൂതനായ വിഷ്ണുവിൽ നിന്നുമാണ് സർവ്വതിൻ്റെയും ഉൽപ്പത്തി. വിഷ്ണുവിനെ ജ്ഞാനസ്വരൂപതയോടുകൂടി സാക്ഷാത്കരിച്ചെടുക്കുമ്പോൾ ജ്ഞാനമയമല്ലാത്തതായി ഒന്നും അവശേഷിക്കുകയില്ല. ഒന്നായ പരമ്പൊരുളിൽ നിന്നും ഉണ്ടായി വന്ന് നിലനിന്നതിന് ശേഷം അതിലേക്കു തന്നെ വിലയിച്ചു പോകുന്നതായി പ്രാപഞ്ചികമായ സർവത്തെയും മനസ്സിലാക്കുന്ന ജ്ഞാനിക്ക് സുഖദുഃഖാദി വികാരങ്ങളെ പരമ്പൊരുളിൽ നിന്നും അന്യമായി കാണുവാൻ സാധ്യമല്ല. സുഖാനുഭവത്തെ ദുഃഖാനുഭവത്തിൻ്റെ അഭാവമായും ദുഃഖത്തെ സുഖത്തിൻ്റെ അഭാവമായും രണ്ടിനെയും ആപേക്ഷികങ്ങളായും അനുഭവിച്ചറിയുന്ന ജ്ഞാനി ഏകമായ പരമ്പൊരുളിൽ മാത്രം ഉണ്മയെ ദർശിക്കുന്നു. സുഖങ്ങളിൽ ഹർഷിക്കാതെയും ദുഃഖങ്ങളിൽ വ്യസനിക്കാതെയും സമഭാവം പുലർത്തി മുന്നേറുവാൻ വൈഷ്ണവ തത്വസാക്ഷാത്കാരത്തിലൂടെ സാധിക്കും എന്നു സാരം. ദശാവതാര കഥകളിലും അംശാവതാര കഥകളിലും വൈഷ്ണവ പ്രഭാവത്തിൻ്റെ വിവിധങ്ങളായ ഭാവരൂപങ്ങളുടെ പ്രഭാവിത ചിത്രങ്ങളാണ് വരയപ്പെട്ടിരിക്കുന്നത്. ധർമാധർമ്മങ്ങൾ കാലദേശാനുസാരികളും ആപേക്ഷികങ്ങളുമാണ്. ഒരിക്കൽ ഒരിടത്ത് ധർമ്മമായി ആചരിക്കപ്പെടുന്ന പലതും മറ്റൊരിക്കൽ അവിടെ തന്നെ അനാചാരമായി ഭവിക്കുന്നതാണ്. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ധർമാധർമ്മ വിവക്ഷകൾ മാറിക്കൊണ്ടേയിരിക്കും. ആ മാറ്റങ്ങളുടെ ദൃഷ്ടാന്തങ്ങളാണ് ദശാവതാര കഥകളിലും അംശാവതാര കഥകളിലും അന്യാപദേശമറയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഭുവോഭാരത്തെ, അതായത് സംഭവിച്ചു പോയ അരുതായ്മകളുടെ പ്രത്യാഘാതങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി വിശ്വപ്രകൃതിയിൽ അരങ്ങേറുന്ന സ്വയം സംഭാവിത ദൃഷ്ടാന്ത ചരിതങ്ങളാണ് അവതാര കഥകൾ പഠിപ്പിച്ചു തരുന്നത്. ഭാവിയിലുണ്ടായേക്കാവുന്ന അരുതായ്മകളുടെ ലഘൂകരണത്തിൻ്റെ മാതൃകകളാണ് ദശാവതാര കഥകളിൽ ദൃഷ്ടാന്തീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യമാണ് ഹർത്തും ഭുവോഭാരമനന്ത വിഗ്രഹം എന്ന് ഗുരു കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വസ്വീകൃതക്ഷ്മാവരം ഇഡിതോസ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം അവസാനിപ്പിച്ചിരിക്കുന്നത്. ക്ഷ്മ എന്ന ഏകാക്ഷര പദം ഭൂമി പര്യായമാണ്. സർവം സഹ അഥവാ ക്ഷമാമൂർത്തി എന്നാണ് ഈ പദത്തിൻ്റെ വാഗർത്ഥം. സർവജീവജാലങ്ങളുടെയും മാതാവായി ഭൂമിയെയും പിതാവായി വിഷ്ണുവിനെയും ഭാവന ചെയ്തുകൊണ്ട് വിഷ്ണുവിന് ഭൂമിപതി എന്ന പദവി കൽപ്പിച്ചു നൽകിയിരിക്കുന്നു. മാതൃധർമ്മം
സഹനാത്മകവും ത്യാഗഭരിതവുമാണ്. മാതാവിൻ്റെ സന്തത സഹചാരിയും സഹായിയും സംരക്ഷകനുമായ പിതാവിൻ്റെ പിൻബലവും സ്നേഹവും പാരസ്പര്യവുമാണ് മാതാവിനെ സ്വധർമ്മ നിർവഹണത്തിന് പ്രാപ്തയാക്കി തീർക്കുന്നത്. സ്ഥൈതിക നിയതിയിലെ ദുരിതക്കൂട്ടുകളുടെ അനിവാര്യതയെ താത്വികമായി ഇവിടെ ന്യായീകരിച്ചിരിക്കുന്നു. വ്യവസ്ഥാപിത സാമൂഹിക ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെ സുഖാനുഭവങ്ങളാക്കി തീർക്കാൻ ഈ തത്വചിന്ത ഏറെ സഹായകമാണ്. ഭൂമിപതി എന്ന പദവി വിഷ്ണു സ്വയം സ്വീകരിച്ചതാണെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. സ്വയംഭൂവായ വിഷ്ണുവിൽ നിന്നുമാണ് സർവ്വതും ആവിർഭൂതമായിട്ടുള്ളത് എന്ന സൈദ്ധാന്തിക നിലപാടിൽ നിന്നുകൊണ്ട് വിചാരം ചെയ്യുമ്പോൾ ഭൂമിയായും ഭൂമിപതിയായും പകർന്നാട്ടം നടത്തുന്നത് വിഷ്ണു പ്രഭാവം തന്നെയാകുന്നു എന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ്. വിഷ്ണു പ്രഭാവത്തിൽ നിന്നും അന്യമായി യാതൊന്നുമില്ല എന്ന വിശ്വാസപ്രമാണത്തിൽ അധിഷ്ഠിതമായ സ്ഥൈതിക തത്വാപഗ്രഥനമാണ് ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നത്. മേൽ വിവരിച്ച പ്രകാരമെല്ലാമുള്ള വിഷ്ണുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൈഷ്ണവ തത്വപ്രഭാവത്തെ ഗുരു വാഴ്ത്തിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.